ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമോവാദം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 2v2 ലോൺ വുൾഫ് ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവൻ റെഡി കൊടുത്തിട്ടില്ല. ഒരു BR ഇട്ട് നോക്കാം, ഇവൻ റെഡി കൊടുക്കുമെന്ന് ആർക്കറിയാം ഗായ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്, അവൻ വന്ന് ഗായ്സ്. അപ്പോൾ നമുക്കൊരു BR അങ്ങ് പോകാമെന്ന് വെച്ച് തീരുമാനിച്ചു ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞാൻ ജസ്റ്റ് മൈക്കൊന്ന് ഉണക്കട്ടെ. റെഡി കൊടുക്ക്. അപ്പോൾ ഗായ്സ് ജസ്റ്റ് വെയിറ്റ് ഗൈസ്. ചെറിയൊരു പ്രോബ്ലം വന്നു ഗൈസ്, അത് സീനില്ല ഗൈസ്. നമുക്ക് സെറ്റാക്കാം ഗൈസ്, നമുക്ക് പഴയ പവറിലൊക്കെ തന്നെ വരാം ഗൈസ്. പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു ഗൈസ്. അത് ഉടനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ തിരക്കിലായിപ്പോൾ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഉടനെ ഷൂട്ട് ചെയ്യണതായിരിക്കും. അപ്പോൾ ഞങ്ങൾ BR പോകാൻ പറ്റും. BR ഇടാം. വേണ്ട ഗൈസ്, എന്ത് കാര്യമില്ല ഗൈസ്. ഐ തിങ്ക് ഗൈസ് നമുക്ക് വോൾഫ്രാൻ ഇടാം. വോൾഫ്രാ കാർഡ്രസ് നമ്മൾ കൊടുക്കുന്നില്ല ഗൈസ്. നമ്മൾ വോൾഫ്രാൻ നമ്മൾ പഴയ പവറിലൊക്കെ പോകും ഗൈസ്. ഇപ്പോൾ വോൾഫ്രാനെ പഴയ പവറിലൊക്കെ ആക്കണ്ട ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കൊരു ഡുവ പോകാമെന്ന് തീരുമാനിച്ചാണ് ഞാൻ. ഡുവ പോവാം ഗൈസ്. ഗൈസ് നമ്മൾ BR CS ഒക്കെ ഗൈസ് വന്നെ എന്തൊക്കെയാണോ ഗൈസ്. ഇവരെ 1v1 കളിക്കും ഗൈസ്. ആദ്യം തന്നെ ഒരു 1v1 കളിക്കാം. നമുക്ക് 1v1 കളിക്കാം ഗൈസ്. ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഗൈസ്. നിങ്ങളോട് പറയാൻ വിട്ടു ഗൈസ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിസ്റ്റർ ഷിപ്പ് മൊത്തം ഞാൻ തൂത്തുപോയി ഗൈസ്. മൊത്തം മീൻസ് ഞാൻ ഇത്ര സാധനം എടുത്തു ഗൈസ്. കുറേ വാപ്പുള്ള സാധനം വരെ ഞാൻ എടുത്തുകൊണ്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ വെറുതെ എടുത്ത് വെച്ചേക്കണം ഗൈസ്. ഇത്ര സാധനം ഇതൊക്കെ പിന്നെ ഉപകാരമുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് BR തുടങ്ങി നമുക്ക് കാണാം ബാക്കി ഗൈസ്. നമ്മൾ കുച്ചു തീവണ്ടി പോലത്തെ ഒരു പ്ലെയിനെ നമ്മൾ കയറ്റുന്നുണ്ട് ഗൈസ്. ഇത് കുച്ചു എന്ന് പറഞ്ഞ ഗൈസ് ഇത് പോണത് ഗൈസ്. അപ്പോൾ ഞാൻ വെറുപ്പിലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയണം ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഗൈസ് നമുക്കൊരു 15K അടിക്കും. 15 സബ്സ്ക്രൈബർ നമുക്ക് എങ്ങനെയും തേക്കണം ഗൈസ്. നമുക്ക് ലൈവ് പോകാൻ പറ്റണം എന്നാണ് ഗൈസ്. ലൈവ് പോകണം ഗൈസ് ഉടനെ തന്നെ. 50 സബ്സ്ക്രൈബർ എന്നടിക്കണം. അപ്പം തന്നെ നമ്മൾ ലൈവ് പോകും ഗൈസ്. പിന്നെ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഇറക്കും ഗൈസ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരു 1.5 ഷോർട്ട് ഫിലിം ആയിരിക്കും ഗൈസ്. അത് ഞങ്ങൾ ഉറപ്പ് തന്നെ ഗൈസ്. ഷോർട്ട് ഫിലിമിനെ പറ്റി 1.5 ആയിരിക്കും. 1.5 കിട്ടുന്ന സാധനമായിരിക്കും ഗൈസ്. ഷോർട്ട് ഫിലിം ഒട്ടും മടുപ്പീരായിട്ട് എനിക്ക് തോന്നത്തില്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഗൈസ്. അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യാൻ പോണ ഷോർട്ട് ഫിലിം ഗൈസ്. അതാണ് ഗൈസ് ഇത്ര സമയം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഗണ്ണൊക്കെ എടുത്ത് ഞാനൊരു എനിമി വരുമ്പോൾ കാണിക്കാം. ചിലപ്പോൾ ഞങ്ങൾക്ക് മടുപ്പ് വരും ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് എൻ്റെ എനിമി വല്ല വരുമ്പോൾ കാണിക്കാം ഗൈസ്. ഡിസ്റ്റൻസ് ഗൈസ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അറിഞ്ഞു പോരില്ല ഗൈസ്. ഗൈസ് എനിക്ക് ആർസൺ ഇട്ട് ഗൈസ്. നമുക്ക് നൈസായിട്ട് ആർസണിൻ്റെ അടുത്തൊക്കെ മുങ്ങണം. ഇവൻ കാണുന്ന ആർസൺ എടുത്ത് ഈ ആർസണിന് മൊത്തം കൂട്ടണം ഗൈസ്. ഗൈസ് ലൂട്ടൊന്നും സെറ്റ് ആയിട്ടില്ല ഗൈസ്. നല്ല തോക്കൊന്നും സെറ്റ് ആയിട്ടില്ല ഗൈസ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് ഗ്രനേഡ് സംഭവമൊക്കെ ഗൈസ് അതിനകത്ത്. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടെ ഗൈസ്. ഗൈസ് നമ്മളെന്നിട്ടത് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ബുള്ളറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ എനിമിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കപ്പോൾ എനിമീനെ തേടി പോകാം ഗൈസ്. MH കിടപ്പുണ്ട് ഗൈസ്. ഞാൻ MH എടുക്കുന്നില്ല ഗൈസ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്.
ഗൈസ് അപ്പോൾ എൻ്റെ ചാനൽ 300Kയും പോട്ടെ ഗൈസ്. 300 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഒരു ഗിവ് അവേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ് നേരത്തെ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും 300 സബ്സ്ക്രൈബർ ആക്കുക. നമുക്കൊരു ഗിവ് അവേ സെറ്റാക്കാം ഗൈസ്. ഒരു 1.5 ഗിവ് അവേ ആയിരിക്കും സെറ്റാക്കാം ഗൈസ്. നമുക്ക് ഒരു 50 സബ്സ്ക്രൈബർ നമുക്ക് ആകാതിരിക്കണം ഗൈസ്. അപ്പോൾ ഒരു റെഡിയും കൂടി ഞാൻ കൊടുക്കും ഗൈസ്. 50 സബ്സ്ക്രൈബർ ആവുന്ന നേരത്ത് ചെറിയ തുക ഗൈസ്, വലിയ തുകയൊന്നുമില്ല ഗൈസ്. ചെറിയ തുക റെഡിയും കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഇന്നലെ ഒന്നും വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു. ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസിലായിരുന്നു കേസ് ഉണ്ടായിരുന്നു ഗൈസ്. അത് കാരണം ഗൈസ് വീഡിയോ ഒന്നും ഇടാറുണ്ട് ഞാൻ. ഇനി എന്തായാലും ശ്രമിക്കാം ഗൈസ്. പണ്ടത്തെ പവറിലെക്കാരൻ ഞങ്ങൾ ശ്രമിക്കാം. ഉറപ്പ് പറയത്തില്ല ഗൈസ് ഒന്നിന് ഞാൻ ഗൈസ്. ഞങ്ങളുടെ ഫ്രണ്ടിലിന് വേണ്ടി ഗൈസ്. അപ്പോൾ അവന്മാരെ എനിക്ക് എടുക്കണം ഗൈസ്. അപ്പോൾ അവന്മാരെൻ്റെ അതിൻ്റെ ടീമേറ്റ് ഒരുത്തന്നെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് കൂടാതെ എൻ്റെ സൈഡിലൊരുത്തനുണ്ട് ഗൈസ്. അവനെ മനസ്സിലാക്കാൻ ഇച്ചിരി സമയം എടുത്ത് ഗൈസ്. അവന് കുഴപ്പമില്ല ഗൈസ്. അന്തേ കയറി പോണ് ഗൈസ്. അവൻ്റെ ബുദ്ധിയല്ലല്ലോ ഗൈസ്. അങ്ങനെയുള്ള ഗൈസ് ഞാൻ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ടീമേറ്റ് നോക്കിയിട്ടുണ്ട് ഗൈസ്. അവനെ ടീമേറ്റിനെ പൊക്കി വിട്ടായിരുന്നു ഗൈസ്. അത് വേറെ കാര്യം. പൊക്കി വിട്ടിട്ടുണ്ട് ടീമേറ്റിനെ. എനിക്കറിയാം ഗൈസ്. നമ്മുടെ ടീമേറ്റിനെ പൊക്കി വിട്ടുന്നു ഗൈസ്. അതിനുവേണ്ടി തന്നെ തയ്യാറെടുത്തേക്കണം ഗൈസ് നമ്മുടെ ടീമേറ്റിന് വേണ്ടി. ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാണ് ഗൈസ്. അതന്നെ ഗൈസ്. ഞാൻ അത്രയും ഡാമേജ് കൊടുത്തിട്ട് ഗൈസ്. അതിൻ്റെ ഡാമേജ് ഗൈസ് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ ഗൈസ്. അതിൻ്റെ ഡാമേജ് തന്നെ ഗൈസ്. അത്രയും ഡാമേജ് കൊടുത്തിട്ടായിരുന്നു ഗൈസ്. അത്രയും ഇത് കയറിയിട്ടാണ്. എന്താണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് അപ്പോൾ ഇനി കളിക്കാൻ പോകുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നോ ഗൺ ആട്രിബ്യൂട്ട്സ്. ഒരു ഗൺ ആട്രിബ്യൂട്ട്സ് ഇല്ലാതെ ഞാൻ ഈ കളി കളിക്കാൻ പോകുന്നത്. അത് വേണം ഗൈസ്. അല്ലെങ്കിൽ അത് വേണ്ട ഗൈസ്. നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് ഇറക്കാം ഗൈസ്. നമുക്ക് കർണനെ വിളിച്ചേക്കാം ഗൈസ്. കർണൻ വന്നാൽ മതിയായിരുന്നു ഗൈസ്. കർണൻ എന്നെ ടീമിനെ ഗൈസ് കൊടുത്തേക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗിൽഡിൽ കയറാൻ താല്പര്യമുണ്ട് ഗൈസ്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം ഗൈസ്. അപ്പോൾ കളി തുടങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ പീക്കിൽ ഇറങ്ങാൻ ഗൈസ് തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ബാക്കി പീക്കിൽ ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ പ്ലെയിനിലുണ്ട് ഗൈസ്. ഞാനിവിടെ പ്ലെയിൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. നേരെ പീക്ക് ചെന്നിട്ട് ബാക്കി കാണാം ഗൈസ്. പീക്ക് ചെന്ന് ചാവോന്നൊരു പിടുത്തമില്ല ഗൈസ്. 5-6 ടീമൊക്കെ ഇറങ്ങുന്നുണ്ട് ഗൈസ്. തോക്കിയിട്ട് ഉപകാരമായിരുന്നു ഗൈസ്. അന്നത്തെ കാര്യം താമസിച്ച ഗൈസ് ഞാൻ ഇറങ്ങിയത്. അത് വേറെ കാര്യം. പിന്നെ സൈഡിലൊക്കെ ഇറങ്ങിയത് നേരെ നാം പറഞ്ഞ നെച്ചത്തേക്ക് കയറി കൊടുക്കാൻ മടിയാതാണ് ഗൈസ്. ഇതൊന്നും കുഴപ്പമില്ല ഗൈസ്. കണ്ണ് കിട്ടി ഗൈസ്. അത് മതി ഗൈസ്. റീലോഡിങ് സമയം കിട്ടില്ല. അപ്പോൾ ഗൈസ് ഞാൻ നോക്കായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫിനിഷ് ആക്കി ഇട്ടിട്ടുണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇവരോട് ബാക്ക് ഇറങ്ങാൻ പറയാം ഗൈസ് എന്തായാലും. അപ്പോൾ ഞാൻ ഇനി റിവൈവ് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം ഗൈസ്. നമ്മുടെ ടീമായിട്ട് ഇവിടെ ടോക്കൊന്നും ഇല്ലാതെ പൊക്കാൻ പോകുന്നുണ്ട് ഗൈസ്. എന്താവുമെന്ന് ആർക്കറിയാം ഗൈസ്. ഫ്രണ്ടിൽ 200, ലെഫ്റ്റ് സൈഡിൽ 200 കിട്ടേണ്ടതാണ് ഗൈസ്. അപ്പുറത്തൊരു 200 ഉള്ള ഗൈസ്. എന്താകുന്ന ഒരു പിടുത്തമില്ല ഗൈസ്. സത്യം പറയാറ് ഗൈസ്. ഒരു പിടുത്തമില്ലാത്ത കളിയാണ് ഗൈസ് ഇത്. ഗൈസ് നിങ്ങൾക്ക് ഷോർട്ട് ഫിലിമിനോട് താല്പര്യം പറയണം കേട്ടോ ഗൈസ്. ഞാൻ ഇടാൻ ഷോർട്ട് ഫിലിം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ഇതിന് 2ാം പണി കമൻറ്റ് ഇടണം ഗൈസ്. എൻ്റെ ഷോർട്സിന് എനിക്ക് വ്യൂവേഴ്സ് കയറുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫുൾ വീഡിയോക്ക് എൻ്റെ വ്യൂവേഴ്സ് കയറുന്നില്ല ഗൈസ് ഒട്ടും. പിന്നെ എൻ്റെ വീഡിയോ ആപ്പോടെ കാണുന്ന വല്ല 20, 10, 30 പേരെ വല്ലതായിരിക്കും. അവരൊന്നും ലൈക്ക് പോലും ചെയ്യുന്നില്ല ഗൈസ് പലരും. ഗൈസ് നിങ്ങളിത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാനിവിടെ അറിയിട്ടുണ്ട് ഗൈസ്. നേരെ പീക്ക് പിടിക്കുക ഗൈസ്.
ഗൈസ് ഞാൻ എൻ്റെ സാമ്പാറിൽ ഞാൻ കീഴടക്കും ഗൈസ്. പക്ഷേ പീക്കിൻ്റെ മേലെ എനിമി ഉണ്ടോയെന്ന് ആർക്കറിയാം ഗൈസ്. എന്നിട്ട് എനിമി ഉണ്ട് ഗൈസ്. എനിക്ക് കാലത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഗൈസ്. നിങ്ങളൊന്ന് നോക്കി ഗൈസ്. ഗൈസ് നമ്മളൊന്ന് കിട്ടിയതൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ചിപ്പൊക്കെ എന്തിനാണ് ഗൈസ് എനിക്ക് ചാവാൻ എനിക്കെന്തിനാണ് ഗൈസ് ചിപ്പൊക്കെ. ഗൈസ് 7 ഡാമേജ് കേട്ടോ ഗൈസ്. മാച്ച് ലൈറ്റായി ഗൈസ്. എനിക്ക് മനസ്സിലായി നമ്മുടെ ഫുൾ ഹെറ്റായിട്ടില്ല ഗൈസ്. എന്തായാലും ഗൈസ് അവൻ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. ഇതും ഞാൻ തീർക്കാൻ സാധ്യതയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.